ആകാശവാണി വാർത്താവീക്ഷണം. ദേശീയ സരസ് മേള. ഗ്രാമീണ ഇന്ത്യയുടെ ആത്മാവും സ്ത്രീശക്തിയുടെ ആത്മാഭിമാനവും. തയ്യാറാക്കിയത് ഫൈസൽ അലിമുത്ത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി. അവതരണം അഞ്ജു പ്രഭ. ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തികമായി ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് നടത്തുന്ന സർക്കാരിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലുകളിൽ ഒന്നാണ് ദേശീയ സരസ് മേള. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ ദേശീയ ഉപജീവന ദൗത്യം എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഈ മേള സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളെ ദേശീയ വിപണിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ശക്തമായ വേദിയാണ്. ഗ്രാമീണ ഇന്ത്യയെ വെറും കണക്കുകളിലൂടെയോ പദ്ധതികളിലൂടെയോ മാത്രം അറിയാൻ കഴിയില്ല. അവിടെയുള്ള മനുഷ്യരുടെ കലാവാസന, സ്ത്രീകളുടെ ആത്മവിശ്വാസം, തലമുറകളായി കൈമാറപ്പെട്ട സംസ്കാരം, ഇതെല്ലാം ചേർന്നതാണ് യഥാർത്ഥ ഗ്രാമീണ ഇന്ത്യ. ഗ്രാമീണ ഇന്ത്യയുടെ ചെറുപതിപ്പിനെ നേരിൽ കാണാനും അനുഭവിക്കാനും കഴിയുന്ന അപൂർവ വേദിയാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള. ദേശീയ സരസ് മേള ഒരു വ്യാപാര വിപണന മേള മാത്രമല്ല, അത് ഗ്രാമീണ സ്ത്രീകളുടെ ജീവിത കഥകളുടെ സംഗമമാണ്. സ്വയം സഹായ സംഘങ്ങളിലൂടെ ഉയർന്നുവന്ന സ്ത്രീകൾ അവരുടെ അറിവിനെയും അധ്വാനത്തെയും ആത്മാഭിമാനത്തെയും വിപണിയിലൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വേദിയാണ് സരസ് മേള. ഗ്രാമീണ സ്ത്രീകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നേരിട്ടുള്ള വിപണി ഒരുക്കുക എന്നതാണ് സരസ് മേളയുടെ മുഖ്യ ലക്ഷ്യം. ഇടനിലക്കാരില്ലാതെ ഉപഭോക്താവിനും ഉൽപ്പാദകനും നേരിട്ട് ഇടപഴകാൻ കഴിയുന്ന ഈ വേദി സ്ത്രീകൾക്ക് സ്ഥിര വരുമാനവും സംരംഭക ആത്മവിശ്വാസവും നൽകുന്നു. വോക്കൽ ഫോർ ലോക്കൽ, ആത്മനിർഭർ ഭാരത് എന്നീ ദേശീയ ആശയങ്ങൾ പ്രായോഗികമായി രൂപം കൊള്ളുന്ന ഇടങ്ങളിലൊന്നായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 2011 ആരംഭിച്ച പദ്ധതി ഗ്രാമീണ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സ്ത്രീകളെ കേന്ദ്രബിന്ദുവാക്കിയാണ് മുന്നോട്ടു പോകുന്നത്. കാലക്രമേണ സംസ്ഥാന അതിർത്തികൾ കടന്ന സരസ് മേള ദേശീയ തലത്തിലേക്ക് വളർന്നു. ഡൽഹി, ലഖ്നൗ, പാട്ന, ഭുവനേശ്വർ, ഹൈദരാബാദ്, ബംഗളൂരു, കൊൽക്കത്ത തുടങ്ങി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സരസ് മേളകൾ ഓരോ പ്രദേശത്തിന്റെയും ഉൽപാദന സാംസ്കാരിക വൈവിധ്യം ഒരുമിച്ച് അവതരിപ്പിച്ചു. ഒരു സംസ്ഥാനത്തിന്റെ ഉൽപ്പന്നം മറ്റൊരിടത്തിന്റെ സംസ്കാരവുമായി ചേർന്ന് പുതിയൊരു ഇന്ത്യക്ക് രൂപം നൽകി തുടങ്ങി. സരസ് മേളയിൽ പ്രവേശിക്കുന്നവരെ ആദ്യം ആകർഷിക്കുന്നത് നിറങ്ങളാണ്. കൈത്തറി സാരികളുടെ നിറങ്ങൾ, മൺപാത്രങ്ങളുടെ തവിട്ടുനിറം, മുള ഉൽപ്പന്നങ്ങളുടെ പ്രകൃതി സൗന്ദര്യം, അതിനൊപ്പം സരസ് ഭക്ഷ്യഗ്രാമം ഒരുക്കുന്ന രുചികളുടെ ലോകം. അട്ടപ്പാടിയുടെ വനസുന്ദരി ചിക്കൻ മുതൽ ബീഹാറിന്റെ ലിട്ടി ചോഖയും രാജസ്ഥാന്റെ ദാൽ ബാട്ടിയും വരെ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന അടുക്കള ഇവിടെ ഒന്നുചേർന്നു. സരസ് മേളയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വയം സഹായ യൂണിറ്റുകൾ പങ്കെടുത്തു. കൈത്തറി വസ്ത്രങ്ങൾ, ഖാദി മൺപാത്രങ്ങൾ, മുള മരം ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, ആയുർവേദ ആദിവാസി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഇവിടെ ലഭ്യമായി. കേരളത്തിൽ സരസ് മേള സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ കേന്ദ്രബിന്ദുവാകുന്നത് കുടുംബശ്രീ എന്ന സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ്. 1998 ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ മാതൃകയായി മാറിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഈ പ്രസ്ഥാനത്തിന്റെ സ്വാഭാവിക തുടർച്ചയാണ് സരസ് മേളയുടെ കേരള മോഡൽ. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ സരസ് മേളകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഉൽപാദനം മുതൽ വിപണനം വരെ സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്യുന്ന സമഗ്ര മാതൃകയാണ് ഇവിടെ കണ്ടത്. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, കൈത്തറി കരകൗശല സംരംഭങ്ങൾ, കൃഷി അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, സേവന മേഖലാ സംരംഭങ്ങൾ എന്നിവയെല്ലാം കുടുംബശ്രീ ശൃംഖലയിലൂടെ സരസ് മേളയിൽ എത്തുന്നു. കേരളത്തിലെ സരസ് മേളകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്: ഗുണനിലവാരവും വിശ്വാസ്യതയും. കുടുംബശ്രീ ബ്രാൻഡിന് സംസ്ഥാനത്തിനകത്തും പുറത്തും ലഭിച്ചിരിക്കുന്ന അംഗീകാരം ഉൽപ്പന്നങ്ങൾക്ക് സ്വാഭാവികമായ ഒരു വിശ്വാസമൂല്യം നൽകുന്നു. സ്ത്രീകൾ നയിക്കുന്ന സംരംഭങ്ങൾ സാമൂഹിക ഉത്തരവാദിത്തവും ആരോഗ്യ പരിസ്ഥിതി ബോധവും കൂടി ഉൾക്കൊള്ളുന്നുവെന്നതാണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. സരസ് മേളയിലൂടെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് സംസ്ഥാന അതിർത്തികൾ കടന്ന് ദേശീയ വിപണിയിലേക്ക് എത്താനുള്ള അവസരം ലഭിക്കുന്നു. അങ്ങനെ സരസ് മേള കുടുംബശ്രീ സ്ത്രീകൾക്ക് ഒരു വിൽപ്പന വേദി മാത്രമല്ല, പഠനവും പരിണാമവും സാധ്യമാക്കുന്ന ഒരു വിദ്യാലയം കൂടിയാവുകയാണ്. ഈ ദേശീയ സ്ത്രീ സംരംഭകത്വ മേളയ്ക്ക് ഇക്കുറി വേദിയായത് പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലത്തിലെ ചാലിശ്ശേരിയാണ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ് തൃത്താല.
ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ ചാലിശ്ശേരി നൂറ്റാണ്ടുകളുടെ വാണിജ്യ സംസ്കാരമുള്ള പ്രദേശമാണ്. തൃശൂർ, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശം പണ്ട് കൊച്ചിക്കും മലബാറിനുമിടയിലുള്ള പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. ഈ വിപണന പാരമ്പര്യത്തെ പുതിയ കാലത്തിന്റെ വിപണനവുമായി കൂട്ടിയോജിപ്പിച്ചാണ് ഇത്തവണ ചാലിശ്ശേരിയിൽ ദേശീയ സരസ് മേള നടക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള 250-ലധികം സ്വയം സഹായ യൂണിറ്റുകൾ പങ്കെടുക്കുന്ന ഈ മേളയിൽ കുടുംബശ്രീ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കൈത്തറി വസ്ത്രങ്ങൾ, ജൈവ കൃഷി ഉൽപ്പന്നങ്ങൾ, മില്ലറ്റ് അധിഷ്ഠിത ഭക്ഷണങ്ങൾ എന്നിവ ഏറെ ശ്രദ്ധയാകർഷിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാപരിപാടികൾ മേളയെ ദേശീയ സാംസ്കാരിക സംഗമമാക്കി മാറ്റി. 2-ാം തീയതി ആരംഭിച്ച ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം സാധ്യമാക്കുന്നതിൽ കുടുംബശ്രീക്ക് മികച്ച പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാജ്യത്തെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ദേശീയ സരസ് മേളയെന്നും കേവലമൊരു വിപണന മേള എന്നതിലപ്പുറം സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഉപാധിയായി കൂടി മേള മാറുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ സ്ത്രീകൾ ശക്തരായി മാറിയതിൽ കുടുംബശ്രീയുടെ പങ്ക് വളരെ വലുതാണെന്ന് വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നിയമസഭാ സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, MP രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന വിളംബര ഘോഷയാത്ര ചരിത്രമുറങ്ങുന്ന ചാലിശ്ശേരിയുടെ പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു. മന്ത്രി MP രാജേഷ് ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. 13ാമത് സരസ് മേളയുടെ പ്രതീകമായി 13 പതാകകൾ വഹിച്ചായിരുന്നു ഘോഷയാത്ര നടന്നത്. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ തെയ്യം, തിറ, കരിങ്കാളി, കഥകളി തുടങ്ങിയ ആവിഷ്കാരങ്ങളും ഘോഷയാത്രയുടെ ഭാഗമായി. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയത്. രുചിവൈവിധ്യം വിളമ്പുന്ന 30-ലധികം സ്റ്റാളുകളടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ടും ഒരുക്കിയിരുന്നു. സംഗീത നൃത്ത നിശകൾ, കലാവിഷ്കാരങ്ങൾ, ആദരസന്ധ്യകൾ, സെമിനാറുകൾ, പുഷ്പമേള തുടങ്ങിയവയും അരങ്ങേറി. ഈ മാസം 11 വരെ നീണ്ടു നിൽക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് ആദ്യമായാണ് തൃത്താല ആതിഥേയത്വം വഹിക്കുന്നത്. സരസ് മേളയുടെ ഏറ്റവും വലിയ നേട്ടം കണക്കുകളിൽ ഒതുങ്ങുന്നില്ല. ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനം ഗ്രാമീണ സ്ത്രീകളുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ യൂണിറ്റുകൾ അവതരിപ്പിക്കുന്ന ഭക്ഷ്യ സംസ്കരണ ഉൽപ്പന്നങ്ങൾക്കും കൈത്തറി, കരകൗശല വസ്തുക്കൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇടനിലക്കാരില്ലാതെ ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു എന്നതിൽ ഉപഭോക്താക്കളും സന്തുഷ്ടരായിരുന്നു. മേളയുടെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഫുഡ് കോർട്ട്. കേരള സദ്യ, മില്ലറ്റ് അധിഷ്ഠിത ഭക്ഷണങ്ങൾ, ബീഹാറിന്റെ ലിട്ടി ചോക്ക, രാജസ്ഥാന്റെ ദാൽ ബാട്ടി, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നാടൻ വിഭവങ്ങൾ എന്നിവ സന്ദർശകരുടെ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി. വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ കലാരൂപങ്ങളും ജനകീയ സംഗീത അവതരണങ്ങളും സരസ് മേളയെ ഒരു ദേശീയ സാംസ്കാരിക സംഗമമാക്കി മാറ്റിയിട്ടുണ്ട്. ചാലിശ്ശേരിയിൽ നടന്ന ദേശീയ സരസ് മേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ജനബാഹുല്യം മാത്രമല്ല, ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും നല്ല മുന്നേറ്റമാണ് മേളയിൽ കണ്ടത്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 1,37 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വിറ്റുപോയത്. ഭക്ഷ്യമേളയിൽ മാത്രം 67 ലക്ഷം രൂപയുടെ വിറ്റുവരവ് നടന്നു. അട്ടപ്പാടിയിൽ നിന്നുള്ള വനസുന്ദരി ചിക്കനായിരുന്നു ഭക്ഷ്യമേളയിലെ താരം. ഏറെ ആവശ്യക്കാർ ഈ വിഭവത്തിനായിരുന്നു. മേളയിൽ അവതരിപ്പിക്കപ്പെട്ട തൃത്താല സ്പെഷ്യൽ പായസവും പൊടിപാറി. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ 10 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുമെന്ന് അവകാശപ്പെടുന്ന ഈ പായസം കൂടുതൽ വിപണിയിൽ എത്തിക്കാനാണ് കുടുംബശ്രീ പദ്ധതിയിടുന്നത്. തൃത്താല ബ്ലോക്കിൽ നിന്ന് തെരഞ്ഞെടുത്ത് പരിശീലനം നൽകിയ 70 വനിതാ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പാണ് മേള നിയന്ത്രിച്ചത്. സരസ് മേള നടക്കുന്ന മൈതാനവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഹരിതകർമ്മസേന അംഗങ്ങളുടെ പരിശ്രമവും ശ്രദ്ധേയമായിരുന്നു. ചാലിശ്ശേരി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളാണ് സരസ് മേളയെ വൃത്തിയുടെ മേള കൂടി ആക്കി തീർക്കുന്നത്. ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ദേശീയ സരസ് മേള ഒരു വ്യാപാര മേളയെന്ന വിശേഷണത്തെ ഏറെ പിന്നിട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. കണക്കുകളിൽ ഒതുങ്ങുന്ന വരുമാന നേട്ടങ്ങൾക്കപ്പുറം സ്ത്രീകൾക്ക് സ്വന്തമായ തിരിച്ചറിവും തീരുമാന അധികാരവും ആത്മാഭിമാനവും നൽകുന്ന വേദിയായി ഉയർന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം സാമൂഹിക ആത്മവിശ്വാസത്തിലേക്കും സാമൂഹിക ആത്മവിശ്വാസം വികസനത്തിലേക്കും നയിക്കുന്നതിന്റെ ജീവിക്കുന്ന പാഠമായി ദേശീയ സരസ് മേള. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളം അവതരിപ്പിച്ച സംഘാടക മികവും ഗുണനിലവാര ബോധവും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സ്വയം സഹായ സംഘങ്ങളുടെ വൈവിധ്യവും മേളയെ ഒരു ദേശീയ സാംസ്കാരിക സംഗമമാക്കി. വലിയ ജനപങ്കാളിത്തവും മികച്ച വിൽപ്പന നേട്ടങ്ങളും ഈ മാതൃകയുടെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രാധാന്യം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.